അയോധ്യ രാമക്ഷേത്രം മുൻനിർത്തി ലോക്സഭാ തെരഞ്ഞെടുപ്പ് നേരിടാൻ ഒരുങ്ങുന്ന BJPയെ സമ്മർദ്ദത്തിലാക്കാൻ ഒരുങ്ങുകയാണ് പ്രതിപക്ഷ പാർട്ടികൾ. രാമക്ഷേത്രത്തിലെ പ്രതിഷ്ഠയുമായി കേന്ദ്ര സർക്കാർ മുന്നോട്ടു പോകുമ്പോൾ ഭക്തരെ കൂടെ നിർത്താൻ ബദൽ പരിപാടികൾ ആസൂത്രണം ചെയ്യുകയാണ് ഇന്ത്യ മുന്നണിയിലെ പാർട്ടികൾ. രാമായണ പാരായണം നടത്തി ആം ആദ്മി പാർട്ടി തുടക്കം കുറിച്ച ക്യാമ്പയിൻ മാതൃകയിൽ കൂടുതൽ പരിപാടികൾ നടത്താനാണ് വിവിധ സംസ്ഥാനങ്ങളിൽ പ്രതിപക്ഷ നീക്കം നടത്തുന്നത്. അയോധ്യയിലെ രാമക്ഷേത്രം തന്നെയാണ് ഈ വർഷം നടക്കാനിരിക്കുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പ് ക്യാമ്പയിനിൽ BJPയുടെ ഏറ്റവും വലിയ തുറുപ്പുചീട്ട്. ഉത്തരേന്ത്യയിലെ വിശ്വാസി സമൂഹത്തെ അയോധ്യ രാമക്ഷേത്രത്തിലൂടെ കയ്യിലെടുക്കാമെന്നതാണ് BJP കണക്കുകൂട്ടുന്നത്. കേരളത്തിൽ പര്യടനം നടത്തുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദി തൃപ്രയാർ ശ്രീരാമസ്വാമി ക്ഷേത്രം സന്ദർശിച്ചതും ഇതേ അജണ്ടയുടെ ഭാഗമായാണ്. ശ്രീരാമനുമായി വിശ്വാസപ്രകാരം കൂട്ടിയിണക്കുന്ന ക്ഷേത്രങ്ങളിലെല്ലാം BJP നേതാക്കൾ ശ്രദ്ധ കേന്ദ്രീകരിച്ചിട്ടുണ്ട്. ഇതേ നാണയത്തിൽ തന്നെ BJPക്ക് മറുപടി നൽകാൻ ഒരുങ്ങുകയാണോ പ്രതിപക്ഷ പാർട്ടികൾ എന്നതാണ് ഇപ്പോഴത്തെ ചില സംഭവ വികാസങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നത്. അയോധ്യയെയും രാമക്ഷേത്രത്തെയും ചുറ്റിപ്പറ്റിയുള്ള വിശ്വാസികളുടെ വോട്ടുകൾ BJPയിലേക്ക് പോകാതിരിക്കാനാണ് കോൺഗ്രസ് ഇപ്പോൾ ശ്രമിക്കുന്നത്. കോൺഗ്രസ് സംസ്ഥാന ഘടകങ്ങൾ അയോധ്യ സന്ദർശിക്കാൻ ഒരുങ്ങുമ്പോൾ അയോധ്യയിൽ ശിലാന്യാസം നടത്തിയത് രാജീവ് ഗാന്ധിയാണെന്ന പ്രസ്താവനയോടെ NCP നേതാവ് പിന്തുണ നൽകുന്നുമുണ്ട്. ഹിന്ദുമത വിശ്വാസപ്രകാരം ശ്രീരാമഭക്തി സീതയുടെ ജന്മസ്ഥലമായി കണക്കാക്കപ്പെടുന്നത് ബീഹാറിനെയാണ്. സീതാക്ഷേത്രത്തിന്റെയും തീർത്ഥാടന ടൂറിസം സർക്യൂട്ടുകളുടെയും പ്രചരണത്തിലാണ് JDU നേതൃത്വം നൽകുന്ന ബീഹാർ സർക്കാർ ഉള്ളത്. സീതാ ജന്മഭൂമി കേന്ദ്രീകരിച്ച് കൂടുതൽ വിശ്വാസ സംബന്ധമായ പരിപാടികൾ നടത്താനാണ് JDU നീക്കം. കഴിഞ്ഞ ദിവസം ഡൽഹിയിൽ ആരംഭിച്ച രാമായണ പാരായണ ക്യാമ്പയിനുമായി മുന്നോട്ടു പോകാനുള്ള ആം ആദ്മി പാർട്ടിയുടെ തീരുമാനം BJPക്ക് നല്ല തലവേദനയാണ് സൃഷ്ടിക്കുന്നത്. വിവാദങ്ങൾ തുടരുമ്പോഴും അയോധ്യയിൽ പ്രതിഷ്ഠാ ദിനത്തിനായുള്ള ഒരുക്കങ്ങൾ ഇപ്പോഴും പുരോഗമിക്കുകയാണ്.